പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് ഒരു മാസം. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ തിരിച്ചടി നൽകിയതിനു ശേഷം ജമ്മു കശ്മീരിലെ ജനജീവിതം സാധാരണ രീതിയിലേക്ക് തിരിച്ചെത്തുകയാണ്. ആക്രമണം നടത്തിയ ഭീകരരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജിതമെന്ന് സൈന്യം പറയുന്നു. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലെ എയർഫോഴ്സ് ആസ്ഥാനം സന്ദർശിച്ചു. കഴിഞ്ഞ മാസം 22-നാണ് പെഹൽഗാമിൽ TRF തീവ്രവാദികൾ 25 വിനോദസഞ്ചാരികളെയും ഒരു പ്രദേശവാസിയെയും വെടിവെച്ചു കൊന്നത്. അനന്ത്നാഗിലെ പെഹൽഗാം അതുവരെ വിനോദസഞ്ചാരികളുടെ പറുദീസയായിരുന്നു. എന്നാൽ ശാന്തമായ പെഹൽഗാമിലെ സ്ഥിതിഗതികൾ പെട്ടെന്നാണ് മാറിമറിഞ്ഞത്. അതിനുശേഷമുണ്ടായ പാക് പ്രകോപനങ്ങൾക്കും ഇന്ത്യ നൽകിയ തക്കതായ തിരിച്ചടിക്കും ഒടുവിൽ ഇപ്പോൾ അതിർത്തി പ്രദേശങ്ങളിലെ ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി. സ്കൂളുകൾ തുറന്നു, മാർക്കറ്റുകൾ സജീവമായി. ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവരെ ജമ്മുവിലെ സ്കൂളുകളിലെ കുട്ടികൾ അനുസ്മരിച്ചു. ആക്രമണം നടന്ന് ഒരു മാസമാകുമ്പോൾ ഡൽഹിയിൽ പഹൽഗാം മോഡൽ ആക്രമണത്തിന് പദ്ധതിയിട്ട 2 ഭീകരർ പിടിയിലായി. ഇന്ത്യ ഗേറ്റ് അടക്കമുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പഹൽഗാം മോഡൽ ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി. അൻസുറുൽ മിയ അൻസാരി, മുഹമ്മദ് റിയാസ് ഗിലാനി എന്നിവരാണ് പിടിയിലായത്. ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ അതിർത്തി മേഖലകളിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. ജമ്മു കശ്മീരിലെ സിംഗപ്പോറിൽ ഇന്നുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരാണ് കൊല്ലപ്പെട്ടത്. പ്രദേശം സുരക്ഷാ സേന വളഞ്ഞതോടെ 2 ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. അതിനിടെ പാക് സൈനിക മേധാവിക്കെതിരെ ഗുരുതര ആരോപണവുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ രംഗത്തെത്തി. പെഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ മതത്തിലൂന്നിയുള്ള തീവ്രമായ കാഴ്ചപ്പാടുകളെന്ന് S ജയശങ്കർ ആരോപിച്ചു. ജമ്മു കശ്മീരിലെ ടൂറിസം സാധ്യതകൾ ഇല്ലാതാക്കാനും വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ആക്രമണം നടത്തിയതെന്നും S ജയശങ്കർ പറഞ്ഞു. ഭീകരാക്രമണത്തിന് തക്കതായ തിരിച്ചടി നൽകി സംഘർഷം തണുപ്പിക്കാനായെങ്കിലും കൂട്ടുകുരുതി നടത്തിയ ഭീകരരെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. വിവിധ പ്രദേശങ്ങളിലായി സേന ഭീകരർക്കായി തെരച്ചിൽ നടത്തുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.